പ്രൈസ് ലോർഡ്. നമുക്കിന്ന് ജനസിസ് ഉൽപ്പത്തി 1:2 ജനസിസ് 1-2 നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യമായി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ, Now the earth was astonishingly empty, and the darkness was on the face of the deep, and the Spirit of God was hovering over the face of the water. ഇനി ഹീബ്രുവിൽ വേ ഹാഹാറെഡ്സ് ഹായറ്റ ടോഹു വേ വോഹു വെഹോഷെക് ആൽഫനെ ടെഹോം വേറൂഹ എലോഹിം മെറാഹെഫെറ്റ് ആൽഫനെ ഹമായിം. ഓക്കെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സുഖസ്വതാവേ, ഇന്നത്തെ സന്ധ്യാസമയത്ത് അല്പസമയം ഞങ്ങൾ വചനമായിട്ട് കൂടി വന്ന് അച്ഛൻ്റെ സന്നിധിയിൽ ദൈവമേ ശ്രദ്ധിക്കാൻ ഇടയാകുന്നു. പഠിക്കുവാനും ദൈവമേ വായിക്കുവാനും പഠിക്കാനും ഗ്രഹിക്കാനും ഇടയാക്കും. ദൈവമേ അടിയൻ്റെ നാവിനോട് കൂടെ ഇരിക്കുന്നേ. ദൈവമേ അച്ഛൻ ഹിതമില്ലാത്ത ഒന്നും പറയാൻ ഇടയാക്കല്ലേ. എല്ലാ അച്ഛൻ നാമമാത്രത്തിനും പോഷകമായി തീരുമാനമേ. കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ നല്ലതായി ദൈവമേ ഹൃദയസ്ഥമാക്കാൻ ഇടയാക്കണമേ. കൺഫ്യൂഷനുകളൊന്നും ഉണ്ടാകരുതേ പ്രാർത്ഥിക്കുന്നു. ഏകാഗ്ര ഹൃദയത്തോടെ ഞങ്ങൾക്ക് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുവാനും അച്ഛൻ്റെ വചനം പഠിക്കുവാനും അത് ഗ്രഹിക്കാനും അത് സംഗ്രഹിക്കാനും അത് പ്രകാരം ക്രിസ്തു നയിക്കുവാൻ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി ഒരു അനുഗ്രഹമായി തീർക്കണമേ. സകല മാനം മഹത്വ ശക്തി രാജ്യം അഭിച്ചിട്ട് സാലിഞ്ഞ് വിജയിച്ചാൽ തന്നെ ആമേൻ. ഓക്കെ, നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം ഈ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. ബൈബിളിലെ വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ ഈ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ഒത്തിരി വ്യാഖ്യാനിച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ആയി വ്യാഖ്യാനിച്ച് പോയ പല വാക്യങ്ങളിലെ ഒന്നാണിത്. ഓക്കെ, ഇത് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ചെയ്ത ഒരു വാക്യങ്ങളാണ്. അത് ആദ്യം എനിക്കും ഇത് മനസ്സിലായില്ല. പിന്നെ ഇതിൻ്റെ ഹീബ്രു അർത്ഥങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ വാക്ക് നമുക്ക് നോക്കാം. വേ ഹ ആറെഡ്സ്. വേ ആ ഹാ റെഡ്സ്. വേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻഡ്. ഹാ